പ്രിയ ദൈവമക്കളെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധമായ 3 നോമ്പിൻ്റെ ആദ്യ ദിവസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. നിനവ നോമ്പ് എന്നും അറിയപ്പെടുന്ന വിശുദ്ധമായ 3 നോമ്പ്, അതിൻ്റെ പ്രാധാന്യം വിശുദ്ധീകരിക്കുന്ന ഒരു ധ്യാനം. ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലും ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നുവെന്ന സത്യത്തിലേക്കുള്ള ആഹ്വാനം. അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ആമേൻ. ശരീരം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് തളരുമ്പോൾ, ആത്മാവ് ചോദ്യം ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണിത്. വിശുദ്ധ ബൈബിൾ ഉടനീളം നാം പരിശോധിക്കുമ്പോൾ 3 ദിവസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണമായ ദിവസങ്ങൾ എന്ന് നമുക്ക് വ്യക്തമാണ്. അത് മാറ്റത്തിൻ്റെ, ഉയർപ്പിൻ്റെ, ഉത്തരത്തിൻ്റെ ദിവസങ്ങളാണ് 3 ദിവസങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായി യോനയുടെ കഥ തന്നെ നമുക്ക് നോക്കാം. അനുസരണക്കേടിൽ നിന്ന് അനുതാപത്തിലേക്ക്. ദൈവം യോനയോട് പറഞ്ഞു, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. പക്ഷേ യോന ആ വാക്ക് കേൾക്കാതെ ദൈവത്തിൻ്റെ മുഖമൊഴിവാക്കി തർശീശിലേക്കുള്ള കപ്പൽ കയറി. അതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നത്. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫേവിലേക്ക് ചെന്നു. ഇവിടെ യോന മനസ്സിലാക്കാതിരുന്ന, നാം ഓരോരുത്തരും മനസ്സിലാക്കാതെയിരുന്ന ഒരു വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പ്രശ്നങ്ങളിലേക്കാണ് ഓടുന്നത്. ആമേൻ. രണ്ടാമതായി കഷ്ടത. അത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള അവസരമാണ്. അതാണ് നാം ഈ ധ്യാന തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കടലിൽ കൊടുങ്കാറ്റടിച്ചു, കപ്പൽ തകർന്നു പോകുമെന്ന അവസ്ഥ വരെ എത്തിച്ചു. അതാണ് നാം കാണുന്നത്. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ ഒരു കോളുണ്ടായി. ഇത് യോനയെ നശിപ്പിക്കുവാനല്ല, അവനെ തിരിച്ചു വിളിക്കുവാനായിരുന്നു. ഇവിടെയാണ് യോന കടലിലേക്ക് എറിയപ്പെടുന്നത്. അവിടെ ദൈവം വലിയ ഒരു മീനിനെയും ഒരുക്കി. അതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നത്, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. മൂന്നാമതായി പാതാളത്തിന്റെ വയറ്റിൽ. അത് ഏറ്റവും താഴെയുള്ള ഒരവസ്ഥയാണ്.
3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ. അവിടെ യോനയ്ക്ക് പ്രസംഗമില്ല, സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെയില്ല, അഭിമാനവും ഇല്ല. അവിടെ അവൻ മനുഷ്യനായി. അപ്പോൾ അവൻ പാപിയായി, അനുതാപിയുമായി. അതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കാം, ആശുപത്രികളിലായിരിക്കാം, ചില കഷ്ടപ്പാടുകളിലായിരിക്കാം, കുറ്റബോധത്തിലായിരിക്കാം. ഒരു പക്ഷേ ഇവയൊക്കെ ആയിരിക്കാം എന്റെയും നിങ്ങളുടെയും മീനിന്റെ വയറ്. 4-മതായി അവിടെ ഒരു അനുതാപമുണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ കാതുകൾ തുറക്കുന്ന അനുതാപത്തിൻ്റെ ശബ്ദം. യോനയുടെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എൻ്റെ കഷ്ടത നിമിത്തം ഞാൻ യഹോവയോട് നിലവിളിച്ചു. അവൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അവിടെ സ്വയം അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഒരു തിരിച്ചറിവ് അവൻ അവിടെ വെച്ചുണ്ടായി, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച്. അതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കാണുന്നത്. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആമേൻ. അനുതാപം എന്നത് ഒരു തിരിഞ്ഞു നോക്കലാണ്. ജീവിത അനുഭവങ്ങളിലൂടെ അതേതുമായിക്കൊള്ളട്ടെ, ദുഃഖമായാലും സന്തോഷമായാലും ഏതവസ്ഥയിലായിരുന്നാലും അനുതാപം എന്നത് ഒരു തിരിഞ്ഞു നോക്കലാണ്. 5-മതായി 3-ാം ദിവസത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. താൻ കൽപ്പിച്ചാക്കിയ മത്സ്യത്തോട് തന്നെ ദൈവം കൽപ്പിച്ചു. അതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ 3 എന്ന ആ അക്കത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിതാണ്, മറ്റനവധി ഉദാഹരണങ്ങൾ 3ന്റെ ബൈബിൾ ഉടനീളം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ന്റെ 2-ൽ 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിനു നേരെ നിന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ന്റെ 7-ൽ മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അനവധി ഉദാഹരണങ്ങൾ 3ന്റെ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 6-മതായി അവന് ഉത്തരമരുളി. ദൈവത്തിന്റെ വിശ്വസ്തത. ഇതാണ് വചനത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം. നമ്മുടെ ധ്യാന വചനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണത്. ദൈവത്തിന്റെ വിശ്വസ്തത. അവൻ എനിക്ക് ഉത്തരമരുളി. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, കണ്ണുനീർ കാണുന്നു. എന്റെയും നിന്റെയും അനുതാപത്തെ മാനിക്കുന്നൊരു ദൈവം. അതാണ് സങ്കീർത്തനക്കാരൻ 34-ന്റെ 5-ൽ പറയുന്നത്. ഈ എളിയവൻ നിലവിളിച്ചു,
യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ആമേൻ. ഏഴാമതായി, ഇന്ന് നോമ്പിന്റെ 1-ാം ദിവസം. പ്രിയ ദൈവമക്കളെ, നീ നിലവിളിച്ചാൽ ദൈവം ഉത്തരമരുളും. നിന്റെ അവസ്ഥ അതെത്ര താഴെയായിരുന്നാലും, അതെത്ര വൈകിയാലും, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആമേൻ. ഇന്ന് ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ എന്നോട് നിലവിളിക്കുന്നുണ്ടോ? മനുഷ്യൻ അതാർ കേൾക്കാതിരുന്നാലും ദൈവം കേൾക്കുന്നു. നീ എൻ്റെ നിലവിളി കേട്ടു. ഇത് നിന്റെ ഒരു സാക്ഷ്യമായി മാറട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.